എത്രത്തോളം ഈ ജീവിതത്തിന് ഞാൻ ഹാപ്പിനെസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്, എത്രത്തോളം സന്തോഷവാനാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഇങ്ങനെയൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ ചിലപ്പോൾ ഞാൻ ഇമോഷണലാവും അങ്ങനെയൊക്കെ പറയുമ്പോൾ. കാരണം ഒരു വീട്ടിൽ കയറിയിട്ട് ടി വി കാണാൻ പോലും അവസരമില്ലാത്ത കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അത്തരത്തിലുള്ള കാലത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് പല വേദികളിൽ നിന്നും. ഒരു സ്റ്റേജ് കാണുമ്പോൾ ഈ അവിടെ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് മാറ്റി നിർത്തിയ കാലഘട്ടമുണ്ട്. പല സ്കൂളുകളിലൊക്കെ അവിടെ പരിപാടി നടക്കുമ്പോൾ അവിടെ പുറത്ത് നിന്നിട്ട് വെയിൽ കൊണ്ടിട്ട് ഇന്നെ കയറ്റിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് കുറേ നേരം നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടായൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. അത് നടക്കണമെന്നോ നടക്കണ്ടെന്നോ നടന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം പ്രാഥമിക വിദ്യാലയം നടത്തണം. അതിൻ്റെ സ്വപ്നമാണ്, നടക്കുമെന്നറിയില്ല. അങ്ങനെ ഒരു സ്കൂള്, ഒരു വിദ്യാലയം തുടങ്ങണം. ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറേ പാവപ്പെട്ട കുട്ടികൾ ഒരു ഫീസോ ഒന്നും വാങ്ങാതെ ആ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, കാരണം ഇംഗ്ലീഷ് എന്നുള്ള സാധനം നന്നായിട്ട് വേണം ഈ ഒരു കാലഘട്ടത്തിൽ. അതിൻ്റെ കൂടെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഭാഷ എല്ലാം വേണം. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്ന, ഫീസ് കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ട് മനസ്സിൽ. എന്നോടെല്ലാവരും ചോദിക്കും, ഈ എന്താ ഇങ്ങനത്തെ ഭാഷ സംസാരിക്കുന്നത്? ഞാൻ അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഇങ്ങനത്തെ വാക്കുകളാണ് ഞാൻ പറയാറുള്ളത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് കൂടുതലും ഞാൻ ചിലവഴിച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ അടുത്താണ്. എന്നോട് പലപ്പോഴും ചോദിക്കും, എനിക്ക് എൻ്റെ മതം ഏതാ? സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു മതം എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ രാഷ്ട്രീയം അങ്ങനെയൊന്നും അല്ല എനിക്ക് വലുത്. എനിക്ക് മനുഷ്യൻ എന്നുള്ളൊരു സംഭവമാണ്. അതിനെ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയും അമ്മയാണ്. ഈ ഒരു രണ്ട് ഇതാണ്. അവരുടെ മതം നോക്കിയിട്ടല്ല എന്നെ ആ ഉമ്മ ചേർത്തിരുത്തുന്നത്. റിയാസിൻ്റെ അനിയെന്നാണ് എന്നെ എല്ലാവരും പറഞ്ഞിരുന്നത്. നാളെ ആ സ്കൂളത്തെ കുട്ടികൾക്ക് ഏത് പാട്ടാണ് ആവശ്യപ്പെടുക എന്ന് ആലോചിക്കും. അപ്പം എൻ്റെ മനസ്സിൽ വരിക ഉറപ്പായിട്ടും വേടൻ്റെ, ഡാപ്സിയുടെ അല്ലെങ്കിൽ റാപ്പ് സോങ് ആയിരിക്കും. ഞാൻ ആ ഒരു ദിവസം നന്നായിട്ട് മെനക്കെടും ആ ഒരു പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പഴയ മലയാള പാട്ടുകൾ പഠിക്കാനൊന്നും അത്ര ഇതില്ല. ഈ ഒരു റാപ്പ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കടുംപിടുത്തം പിടിച്ച പാട്ടുകളാവും, നല്ല വാക്കുകളായിരിക്കും. ഈ കൂടത്തുള്ളൊക്കെ കേട്ടല്ലോ, ചിന്താതപനീതോട് എന്തൊരു സ്പീഡുള്ള സാധനമാണെന്നൊരു. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഒരു ദിവസമൊക്കെ എടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ അത് സക്സസ് ആവലുണ്ട്. പിന്നെ കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ, ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിൽ പിച്ചും കാര്യങ്ങളൊന്നും നോക്കാത്തതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല.